അടിപൊളിയായിരുന്നു. കിണ്ണം പടം അടിപൊളി പടം. എന്തായാലും പറയില്ല. പീക്ക് എക്സ്പീരിയൻസ്. അടുത്തതിന് വെയിറ്റിംഗ് ആണ്. പിന്നല്ല സെൻസ് ഒക്കെ വന്നപ്പോ പുള്ളക്കിതനായി പോയി. അത്ര അടിപൊളിയായിരുന്നു. ഓക്കെ, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് തിയേറ്റർ ആണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കൂടെ. അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. അടുത്തൊരു പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? അടിപൊളി പടമായിരുന്നു. അടിപൊളിയായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. അടിപൊളി ആനിമേഷനും എല്ലാം സെറ്റപ്പ് ആയിരുന്നു. അടുത്ത പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി. തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം. കാണാൻ വേണ്ടി ഇപ്പൊ പല ഭാഷയിലുണ്ടല്ലോ. നമുക്ക് ഏത് ഭാഷയായിരിക്കും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാൻ? എനിക്ക് ജാപ്പനീസിൽ തന്നെ കാണാനാണ് എനിക്കിഷ്ടം. അതാണ് നല്ലൊരു ഫീല് കിട്ടുള്ളൂ. ജാപ്പനീസിൽ കണ്ടാലേ ഇതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. കഥ തുടക്കം തൊട്ട് കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ട അടിപൊളിയാ. കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു വന്ന അടിപൊളി പടം. അതെ സീരീസിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു മറ്റേ ഷിബുവിൻ്റെ ഒക്കെ ഒരു എൻഡിങ്ങിലാണ് കൊണ്ട് നിർത്തിയേക്കണേ. അടുത്ത പടത്തിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗും കൂടെയാണ്. കൊള്ളായിരുന്നു, പൊളിയായിരുന്നു. അതെ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. വിഷ്വൽസ് നൈസായിരുന്നു. അതെ നല്ല സിനിമയാണ്. വിഷ്വൽ ട്രീറ്റ് ആണ്. എല്ലാവരും കാണണം. പിന്നെ കട്ട വെയിറ്റിംഗ് ആണ്. ആനിമേഷനൊക്കെ ടോപ്പ് ടയർ. ഇതിപ്പോ ഇംഗ്ലീഷിലും ജാപ്പനീസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ഭാഷയിലാണ് കണ്ടത്? ഞങ്ങളിപ്പോൾ ഒറിജിനൽ ഭാഷയിലാണ് കണ്ടത്. സബ്ടൈറ്റിൽ ജാപ്പനീസാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്.